ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആനന്ദമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 19, 20, 21 തിരുവചന ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നാം ഇവിടെ ഇപ്രകാരമാണ് കാണുക. ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ കരുണ വർഷിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടുകഴിഞ്ഞു. ദൈവം എപ്പോഴും മനുഷ്യൻ്റെ മേൽ കരുണ വർഷിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവമാണ്. ഇവിടെ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്? ഇസ്രയേൽ വസിക്കുന്ന സിയോൺ ജനങ്ങളെ, ഇനിമേൽ നിങ്ങൾ കരയുകയില്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനത്തെ നോക്കി ദൈവം പറയുകയാണ്, ഇനിമേൽ നിങ്ങൾ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ടെന്ന് പറയുമ്പോൾ വിലാപ സ്വരം കേട്ട് അവിടുന്ന് നിനക്ക് ഉത്തരം വരണം. ഒന്ന് പറയുന്ന ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും. എന്ന് പറയുന്നത് നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിനക്ക് ഉത്തരം വരണം. തുടർന്ന് പറയുന്നു 20-ാം തിരുവചനം, നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും, നിന്റെ ഗുരു നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നിന്റെ കാതുകളുടെ പിന്നിൽ നിന്ന്, നിന്റെ കാതുകളിൽ പിന്നിൽ നിന്ന് ഒരു സ്വരം നീ ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുക, യഥാർത്ഥമായ വഴി കണ്ടുപിടിച്ച് ഇതിലെ നീ പോവുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും. നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ദൈവം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നീ തിരഞ്ഞെടുക്കേണ്ട വഴി ഏതാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ മർക്കടമുഷ്ടിയോടുകൂടി തൻ്റെ ഇഷ്ടപ്രകാരം നടന്നു നീങ്ങിയ വഴികളെല്ലാം അടഞ്ഞു പോയിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി നീക്കിവെച്ച വഴി, നീ അത് കേട്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വഴി വിശാലമായി മാറുകയും ചെയ്തിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവത്തിന് സ്വരം ശ്രവിക്കുവാൻ നമ്മുടെ കാതുകൾ തുറന്നു കൊടുക്കാം. അവിടുത്തെ ഉള്ളിൽ സ്വീകരിക്കുവാൻ തക്കവിധം നമ്മുടെ ഹൃദയം അവന് വേണ്ടി തുറന്നു കൊടുക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണ കാണിച്ച്, ഞങ്ങളോട് സംസാരിച്ച്, ഞങ്ങളെ ദർശിച്ചുകൊണ്ട് ശരിയായി വഴി പറഞ്ഞു തരുന്ന ദൈവമേ, ഇതിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടും അത് മറുതലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയില്ല. കാരണം നമ്മൾ കിടക്കുന്നത് തിന്മയുടെ വചനങ്ങളാണ്, തിന്മയുടെ മേഖലകളാണ്. ആർദ്രമായ ഹൃദയത്തോടു കൂടി ദൈവത്തെ സമീപിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് കഴിയുക. പരിശുദ്ധമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, അവിടുത്തെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എപ്പോഴും ഒരു സഹായൻ എന്നതുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.